ഇന്ത്യയിൽ KSRTCയുടെ സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ കൊണ്ട് ഈ വർഷം ഇട്ടപ്പോൾ മാത്രം അതങ്ങനെ തുറസായ സ്ഥലമാകുന്നത്. എല്ലാ വർഷവും ഇടുന്ന സ്ഥലത്താണ് ഇടുന്നത്. ഇത് എവിടെയെങ്കിലും നിക്ഷേപിക്കണ്ടേ? തീർച്ചയായിട്ടും ശിവൻകുട്ടിയുടെ ഈ പ്രസ്താവന എല്ലാം തന്നെ തള്ളിക്കളയുകയാണ്. കോർപ്പറേഷൻ കൃത്യമായിട്ട് ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട്. തലേ ദിവസം ക്ലീനിങ് തുടങ്ങിയപ്പോൾ ഇദ്ദേഹം തന്നെയാണ് സ്പെൻസർ ജംഗ്ഷനിൽ വന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോയത്. അപ്പോഴൊന്നും അദ്ദേഹത്തിന് തോന്നാത്തത് ഒരു ദിവസം കഴിയുമ്പോൾ തോന്നണമെങ്കിൽ അത് രാഷ്ട്രീയ പ്രേരിതമാണ്. സ്വാഭാവികമായിട്ടും മന്ത്രി ശിവൻകുട്ടിയുടെ വികാരം നമ്മൾ മനസ്സിലാക്കണം. 45 വർഷം അവരുള്ളം കയ്യിലിട്ട് അമ്മാനമാടിയ ഒരു കോർപ്പറേഷൻ ഭരണം അവർക്ക് നഷ്ടപ്പെടുകയും അവർ ആശയപരമായി ശക്തമായിട്ട് എതിർക്കുന്ന BJPക്ക് ആ ഭരണം വരികയും വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യുമ്പോഴേക്കെന്നും തോന്നുമ്പോഴേക്കും അവർക്കുണ്ടാകുന്ന ഒരു വികാരമുണ്ട്. അതിനെ ആ സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് എടുക്കുന്നത്. അവർക്കിപ്പോൾ ഉറക്കം വരുന്നില്ല. കോർപ്പറേഷൻ്റെ ഭരണം നഷ്ടപ്പെട്ട ചില ഉറക്കം വരാത്തൊരു സാഹചര്യമുണ്ട്. അത് കുറച്ച് സമയം എടുക്കും ശരിയാവാനായിട്ട്. അത് കഴിയുമ്പോഴേക്കും മാറി. നമസ്കാരം. ഇക്കഴിഞ്ഞ മണിക്കൂറിലാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളോട് ഒരു പ്രസ്താവന നടത്തിയത്. അത് ഇങ്ങനെയായിരുന്നു: ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം പല സ്ഥലങ്ങളിലും മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നുണ്ട് എന്നും എന്താണ് സംഭവിച്ചത് എന്നതിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി എന്നുമാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ചില ആളുകൾ മന്ത്രിയെ ഫോണിലടക്കം വിളിച്ച് പരാതി പറയുന്നുണ്ട് എന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ മേയറുടെ പ്രതികരണം എന്താണ് എന്ന് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരസഭാ മേയർ VV രാജേഷ് തന്നെ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. തിരുവനന്തപുരം മുഴുവൻ യാത്ര ചെയ്തതിനു ശേഷം ഇതേ മന്ത്രി തന്നെയാണ് പൊങ്കാലയുടെ പിറ്റേ ദിവസം രാവിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞത്. തലേ ദിവസം ക്ലീനിങ് തുടങ്ങിയപ്പോൾ ഇദ്ദേഹം തന്നെയാണ് സ്പെൻസർ ജംഗ്ഷനിൽ വന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോയത്. അപ്പോഴൊന്നും അദ്ദേഹത്തിന് തോന്നാത്തത് ഒരു ദിവസം കഴിയുമ്പോൾ തോന്നണമെങ്കിൽ അത് രാഷ്ട്രീയ പ്രേരിതമാണ്. ആറ്റുകാൽ പൊങ്കാല വളരെ നന്നായിട്ട്, ഇത്രയും തിരക്കുണ്ടെങ്കിൽ നന്നായിട്ട് നടത്തി വിജയിച്ചതായിട്ടുള്ള പൊതുസമൂഹത്തിൻ്റെ ഒരു വിലയിരുത്തലുണ്ട്. സ്വാഭാവികമായിട്ട് BJP ആണ് ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരുന്നതുകൊണ്ട് ഇത്തരത്തിൽ കുറച്ച് വിവാദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശമാണ് അതിനുള്ളത്. തീർച്ചയായിട്ടും ശിവൻകുട്ടിയുടെ ഈ പ്രസ്താവന എല്ലാം തന്നെ തള്ളിക്കളയുകയാണ്. കോർപ്പറേഷൻ കൃത്യമായിട്ട് ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട്. ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൽ അവർ പരമ്പരാഗതമായി വർഷങ്ങളായി അവർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പൊങ്കാല കഴിഞ്ഞാലും ദേവിയുടെ എഴുന്നള്ളത്ത് തിരിച്ചു വരുന്നതൊക്കെ തന്നെ പിറ്റേ ദിവസമാണ്. അപ്പോൾ നടത്തുന്ന പുഷ്പാർച്ചന, പുഷ്പാഭിഷേകം, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ ട്രസ്റ്റിൻ്റെ കോമ്പൗണ്ട് നടക്കുന്നത് 1-2 ദിവസം കഴിഞ്ഞാണ് ചെയ്യാറുള്ളത്. അക്കാര്യങ്ങളാണ് ഇക്കൊല്ലവും നടന്നത്. കോർപ്പറേഷൻ ഇപ്പോൾ ഒരു 10-20-25 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ സ്ഥലവും ഞങ്ങൾക്ക് 4-5 മണിക്കൂർ വൃത്തിയാക്കാൻ സാധിക്കുമെങ്കിൽ ആ സ്ഥലത്തിൽ ഒരു ഏക്കർ സ്ഥലം വൃത്തിയാക്കാൻ ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ പരമ്പരാഗതമായി ട്രസ്റ്റിൻ്റെ സ്ഥലത്ത് ട്രസ്റ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ തുടരും. ഇപ്പോൾ അവിടെ കൺസ്ട്രക്ഷൻ നടന്നപ്പോഴേക്കും മഴ പെയ്യുന്നു, കുറച്ച് വെള്ളം ഉണ്ടായി. ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ പറഞ്ഞല്ലോ അത് അവരുടെ പ്രോപ്പർട്ടിയാണ്, അവരാണ് ചെയ്തത്, അവരുടെ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായാണ്. ഇടതുപക്ഷ ഹാൻഡിലുകളൊക്കെ തന്നെ പ്രചരിപ്പിച്ചു കൊടുക്കുന്നത് കോർപ്പറേഷനെതിരെയാണ്. അതൊക്കെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു. വളരെ നന്നായിട്ട് പൊങ്കാല എല്ലാ കാര്യങ്ങളും നടന്നു. പിന്നെ ഒരു സ്വാഭാവികമായിട്ടും മന്ത്രി ശിവൻകുട്ടിയുടെ വികാരം നമ്മൾ മനസ്സിലാക്കണം. 45 വർഷം അവരുള്ളം കയ്യിലിട്ട് അമ്മാനമാടിയ ഒരു കോർപ്പറേഷൻ ഭരണം അവർക്ക് നഷ്ടപ്പെടുകയും അവർ ആശയപരമായി ശക്തമായിട്ട് എതിർക്കുന്ന BJPക്ക് ആ ഭരണം വരികയും വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യുമ്പോഴേക്കെന്നും തോന്നുമ്പോഴേക്കും അവർക്കുണ്ടാകുന്ന ഒരു വികാരമുണ്ട്. അതിനെ ആ സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് എടുക്കുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നും പിന്മാറാത്ത പക്ഷം ശക്തമായിട്ട് ചില നിലപാടുകൾ സ്വീകരിക്കാൻ, ചില കാര്യങ്ങൾ പറയുവാൻ ഞങ്ങളും തയ്യാറാവേണ്ടി വരും. ശേഖരിച്ച മാലിന്യങ്ങൾ തുറസായ സ്ഥലത്താണ് നിക്ഷേപിച്ചത് എന്നാണ് ഇടതുപക്ഷ ന്യായികൾ പറയുന്നത്. എവിടെയാണ് പിന്നെ ഇത് തുറസായ സ്ഥലത്തല്ലാതെ എവിടെ നിക്ഷേപിക്കേണ്ടത്? ഒരു കാര്യം ചെയ്തിട്ട് അത്രയും വിഷമുള്ള CPM അവർ വേർതിരിച്ചോട്ടെ. കഴിഞ്ഞ വർഷം ഇട്ട സ്ഥലത്ത് തന്നെയാണല്ലോ. ജില്ലാ കളക്ടറുടെ പ്രതിനിധി ഉൾപ്പെടെയിരുന്ന മീറ്റിങ്ങിൽ ഞങ്ങൾ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറുടെ പ്രതിനിധി ഉൾപ്പെടെയിരുന്ന മീറ്റിങ്ങിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെ ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടെ ഇരുന്ന് ചർച്ച ചെയ്തത് തീരുമാനിച്ച സ്ഥലങ്ങളാണ്. അതൊക്കെ തന്നെ ചെറുവയ്ക്കൽ സ്ഥലം, അതോടൊപ്പം തന്നെ നമ്മുടെ ഈഞ്ചക്കല്ല്, ഇതൊക്കെ തന്നെ എല്ലാ വർഷവും ഇട്ടുകൊണ്ടിരിക്കുന്നതും ഇന്ത്യയിൽ KSRTCയുടെ സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ കൊണ്ട് ഈ വർഷം ഇട്ടപ്പോൾ മാത്രം അതങ്ങനെ തുറസായ സ്ഥലമാകുന്നത്. എല്ലാ വർഷവും ഇടുന്ന സ്ഥലത്താണ് ഇടുന്നത്. ഇത് എവിടെയെങ്കിലും നിക്ഷേപിക്കണ്ടേ? അല്ല, CPM നേതാക്കന്മാർ ഭരണം നഷ്ടപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കണം.
അവരെ ജനങ്ങൾ ഭരണത്തിൽ നിന്ന് പുറത്ത് അവർക്ക് 29 സീറ്റേ ഉള്ളൂ. അവർക്ക് സ്പെഷ്യൽ കൗൺസിൽ വിളിക്കാനുള്ള സീറ്റ് പോലും ഇല്ല. അവരുടെ കയ്യിലിരിക്കൊണ്ട് ജനങ്ങൾ അവരെ പുറത്താക്കി. അത് അംഗീകരിക്കാൻ വേണ്ടി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ എന്ന് തയ്യാറാവുമോ അന്ന് ഈ മാനസിക അസ്വസ്ഥതയൊക്കെ മാറും. അവർക്കിപ്പോൾ ഉറക്കം വരുന്നില്ല. കോർപ്പറേഷൻ്റെ ഭരണം നഷ്ടപ്പെട്ടതിന് ശേഷം ഉറക്കം വരാത്തൊരു സാഹചര്യമുണ്ട്. അത് കുറച്ച് സമയമെടുക്കും ശരിയാവാനായിട്ട്. അത് കഴിയുമ്പോഴേക്കും മാറിക്കോളും. ഇന്ന് ദേശാഭിമാനി ഓൺലൈനിൽ വന്ന ഒരു വാർത്ത മേയറുടെ ശ്രദ്ധയിൽപ്പെട്ടോന്ന് അറിയില്ല. ഞാനൊന്ന് പറയാം. പൊങ്കാലയ്ക്ക് ഉപയോഗിച്ച ചുടുകട്ടകൾ ശേഖരിച്ച് പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ച് നൽകുമെന്ന മേയർ വി രാജേഷിന്റെ വാഗ്ദാനം ഇതുവരെ നടപ്പിലായില്ല എന്നാണ്. അതായത് മെനങ്ങാന്ന് എടുത്ത ചുടുകല്ല് വെച്ചിട്ട് ഇന്ന് വീട് വെച്ച് കൊടുത്തില്ലെന്നാണല്ലേ? ഓക്കെ, നമസ്തേ. എന്തായാലും പൊങ്കാലയുടെ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നുണ്ട് എന്നുള്ള ആരോപണം ഉയർന്നു വന്നതിന് പിന്നാലെ മന്ത്രി ശിവൻകുട്ടി DMOയ്ക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകി എന്നാണ് ഇക്കഴിഞ്ഞ മണിക്കൂറിൽ മന്ത്രി ശിവൻകുട്ടി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ ദേശാഭിമാനിയുടെ ഓൺലൈനിൽ വന്ന ഒരു അത്ഭുതകരമായ ഒരു വാർത്തയുണ്ട്. ആ ഒരു വാർത്തയുടെ ഭാഗം കൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ റിപ്പോർട്ട് അവസാനിപ്പിക്കാം. അതിങ്ങനെയാണ്. ദേശാഭിമാനിയിൽ വന്ന വാർത്ത ഇതാണ്: പൊങ്കാലയ്ക്ക് ഉപയോഗിച്ച ചുടുകട്ടകൾ ശേഖരിച്ച് പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ച് നൽകുമെന്ന മേയർ VV രാജേഷിൻ്റെ വാഗ്ദാനം ഇതുവരെ നടപ്പിലായിട്ടില്ല എന്നാണ് ദേശാഭിമാനി ഉയർത്തുന്ന നിലവിലുള്ള വാദം. എന്തായാലും അത്ഭുതകരമായൊരു വാർത്ത തന്നെയാണ്. പൊങ്കാല കഴിഞ്ഞിട്ട് 3-2 ദിവസമേ ആകുന്നുള്ളൂ. ഇതിനുള്ളിൽ എങ്ങനെയാണ് മേയർ ഈ ചുടുകട്ട കൊണ്ട് വീട് കെട്ടുക എന്നുള്ള ചോദ്യവും ഉയർന്നു വരികയാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.